സുഹൃത്തുക്കളെ, വീട്ടിൽ രാത്രി കിടന്നുറങ്ങിയായിരുന്നു ഇന്ന്. അപ്പോൾ പതിവില്ലാത്തൊരു ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആന വന്ന് വീടിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പ്ലാവിൽ നിന്ന് പതിയെ ചക്കയിട്ട്, അപ്പോൾ ചക്ക താഴെ വീഴുന്ന ശബ്ദം കേട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റത്. താഴെ തള്ളിയിട്ട് ആന അതിനിടയ്ക്ക് കൂടെ തൊട്ടടുത്തൊരു വൈദ്യുതി വേലി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വൈദ്യുതി വേലിനെ പോലും പുള്ളി വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാണ്ട് ശരിക്കും ഒരു സർക്കസിലെ ഒരു അഭ്യാസിയുടെ പോലെ ശരീരം വളരെ മേൽവഴക്കത്തോടു കൂടി വെച്ച് ആ വൈദ്യുതി വേലിയുടെ ഇടയിൽ കൂടെ തുമ്പിക്കൈ നീട്ടി ചക്കയെടുത്ത്, ഞങ്ങൾ ആന ഓടും പൊക്കോളും എന്നുള്ളൊരു അമിത ആത്മവിശ്വാസത്തോടു കൂടിയാണ് ചെന്നത്. കാരണം ഞങ്ങൾ ടോർച്ചിൻ്റെ വെട്ടമൊക്കെ കാണുമ്പോൾ ആന ശരിക്കും പേടിക്കും, പരിഭ്രാന്തിയായിട്ട് ഓടിപ്പോകുന്നൊക്കെ ഉള്ള ഒരു കണക്കൂട്ടിലായിരുന്നു എല്ലാവരും കൂടി ചെന്നത്. പക്ഷേ ആനയ്ക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല, ഞാനിത് ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിൽ ആന അതിനുള്ളിൽ കൂടെ തുമ്പിക്കൈയിട്ട് താൻ എന്തിനു വേണ്ടിയാണ് വന്ന ആ പ്രവൃത്തി മൊത്തം ചെയ്ത് തീർത്ത് ആ ഇട്ട ചക്ക തിന്നതിന് ശേഷം മാത്രമേ പോയുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക, ആന അത് ചെയ്ത് തീരുന്നത് വരെ നോക്കി നിന്ന് ടോർച്ചടിച്ച് കൊടുത്ത് ആനയെ ശരിക്കും ചക്ക തീറ്റിക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ പറയുന്നൊരു സംഭവമാണ് ഞങ്ങളിന്ന് ചെയ്തത്. ശരിക്കും ആനയ്ക്ക് ചക്ക തപ്പി അതെ ചക്ക തപ്പി കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ വളരെ എളുപ്പത്തിൽ ടോർച്ചടിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ആന പോകാൻ വേണ്ടിയാണ് ടോർച്ചടിച്ചത്. പക്ഷേ ആനയ്ക്കത് കുറച്ചുകൂടി എളുപ്പമായി, ചെയ്യുന്ന ജോലി കുറച്ചുകൂടി അനായാസം ആ ചക്ക കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് ആണ് ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നത്. സെക്യൂരിറ്റിമാരുടെ ഇടയിൽ നിന്ന് കഴിക്കുന്ന ഒരവസ്ഥ. അതെ അതെ. പുള്ളി എന്തായാലും പോവില്ല എന്ന് നമുക്ക് ഉറപ്പായി. അപ്പം ഞങ്ങൾ വീണ്ടും കിടക്കാൻ പോവാണ്. പുള്ളി കഴിക്കലൊക്കെ കഴിഞ്ഞ് എന്തായാലും പൊക്കോളും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഞങ്ങളത് ഉറങ്ങാൻ പോവാണ്. അപ്പം ഗുഡ് നൈറ്റ്. ഫെൻസിങ് ഉണ്ടായിരുന്നുകൊണ്ട് ആന പ്ലാവിൻ്റെ അടുത്ത് വരെ മാത്രമേ വന്നുള്ളൂ. അത് ഒരു ചക്കയിൽ അവസാനിച്ചു. ഇനി ഫെൻസിങ് ഇല്ലായിരുന്നെങ്കിൽ മിക്കവാറും വീട് പൊളിച്ചേനെ. എന്തായാലും ഭാഗ്യം.